വലിയ ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങളാണെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റിൽ അവതരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പറയും. എന്നാൽ നവംബറിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ ചെയ്യുമെന്ന ചോദ്യം ഉണ്ടാകാം. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ധനവകുപ്പിന് ആത്മവിശ്വാസമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. വാർത്താ വിവരങ്ങൾ നൽകാനായി വിജൻ വായാതോടാണ് ചേരുന്നത്. വിജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്. സർക്കാർ പ്രഖ്യാപനങ്ങളുമായി എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ പണം എവിടെ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ധനമന്ത്രി പറയുന്നത് സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നാണ്. അനിഷ, എന്തായാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള വമ്പൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങളാണ് നിലവിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ 35-നും 60 വയസ്സ് വരെയും ഉള്ള സ്ത്രീകൾക്ക് ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പ് ഉള്ള പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചത് പ്രകാരം 1000 രൂപ ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെടാത്തവർക്ക് 1000 രൂപ നൽകുന്ന പദ്ധതിയാണ്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ 400 രൂപ വർദ്ധിപ്പിച്ചത് 2000 രൂപ ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ DA അത് ഒരു കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 4% അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് അടുത്ത മാസം മുതൽ ഈ തുക ലഭിക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുള്ള പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആക്ഷേപം ആരോപണമൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇതിനുള്ള തുക തങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം മതിയല്ലോ വിമർശനം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 3-4 ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. സർക്കാർ ജീവനക്കാരെയും തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. വിജനാണ് വിവരങ്ങൾ നൽകിയത്.